ഒരു സ്വിമ്മർ ആണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്കുണ്ടാവുന്ന ഏറ്റവും വലിയ പ്രശ്നമായിരിക്കും ഷോൾഡർ ജോയിന്റ് ഭാഗത്ത് വരുന്ന വേദന. ഈ പെയിൻ കാരണം ട്രെയിനിങ് സെഷൻസ് മിസ്സാവുകയും അതുപോലെ കോമ്പറ്റേറ്റീവ് പെർഫോമൻസ് കുറഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരുപാട് സ്വിമ്മേഴ്സ് ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിന്റെ സ്റ്റഡി പ്രകാരം 91% സ്വിമ്മേഴ്സും കോമൺ ആയി ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് സ്വിമ്മേഴ്സ് ഷോൾഡർ അല്ലെങ്കിൽ ഇംപിഞ്ച്മെന്റ് സിൻഡ്രോം എന്ന് പറയുന്നത്. ഇത് സ്വിമ്മേഴ്സിന് മാത്രമല്ല, പെയിന്റിംഗ്, കാർപ്പൻട്രി തുടങ്ങിയ ജോലി ചെയ്യുന്നവരിലും അതുപോലെ ബാഡ്മിന്റൺ, ടെന്നീസ് പോലുള്ള സ്പോർട്സ് ആക്ടിവിറ്റീസ് ഇൻവോൾവ് ആവുന്നവരിലും ഈ പ്രശ്നം സ്ഥിരമായി കണ്ടുവരാറുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഷോൾഡർ ജോയിന്റിന് ഉണ്ടാവുന്ന മൂവ്മെന്റ്സ് കാരണം ഷോൾഡർ ജോയിന്റ്സിന്റെ മസിൽസ് വളരെയധികം അയഞ്ഞു പോവുകയും മസിൽസിന് സ്വാഭാവികമായി ശക്തി നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഈ രോഗത്തിന്റെ ആദ്യ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഷോൾഡർ ജോയിന്റിന്റെ ഭാഗത്ത് വരുന്ന വേദനയായിരിക്കാം. പിന്നെ പതുക്കെ പതുക്കെ ജോയിന്റിന്റെ മൂവ്മെന്റ്സ് കുറഞ്ഞു പോവുകയാണ് ചെയ്യുക. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഷോൾഡർ ജോയിന്റ് ചുറ്റുമുള്ള മസിൽസിന്റെ ശക്തി നഷ്ടപ്പെട്ടു പോകുന്നു. ആദ്യം തന്നെ പെയിൻ വരുന്ന സമയത്ത് കറക്റ്റ് ആയിട്ടുള്ള ഐസ് കംപ്രഷൻ വെക്കുകയും അതുപോലെ ഒരു എക്സ്പേർട്ട് സഹായത്തോടു കൂടി സ്ട്രെച്ചിങ് എക്സസൈസും സ്ട്രെങ്തനിങ് എക്സസൈസും പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ 75% പേരിലും സർജറി കൂടാതെ ഈ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. എന്നാൽ കറക്റ്റ് ട്രീറ്റ്മെന്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ മസിൽസിന് പതുക്കെ ഇഞ്ചുറി സംഭവിച്ച് ടെൻഡന് ടയർ സംഭവിച്ച് ഷോൾഡർ ജോയിന്റ് ഫുൾ ആയിട്ട് അതിന്റെ ആക്ടിവിറ്റി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്.